ധർമ്മടത്ത് പിണറായി വിജയൻ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആവേശം എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ പുറമേനിയിൽ, അതുപോലെ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ, കണ്ണൂരിൽ നമ്മൾ കണ്ട ഒരു വലിയ ജനസാഗരം. ഇന്നതിൻ്റെ ഒരു ഇരട്ടിയിലധികമായിരിക്കും ധർമ്മടത്ത് കാണുക, അല്ലേ? സിന്ധൂര്, ഗുഡ് മോർണിംഗ്. എന്തായാലും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തേക്ക് തെരഞ്ഞെടുപ്പ് പര്യടനവുമായി എത്തുകയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തുടനീളം ഷെഡ്യൂൾ ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് പരിപാടികൾ അവിടെ കൃത്യസമയത്ത് തന്നെ ഓടി എത്തുന്ന മുഖ്യമന്ത്രി വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കേരള ജനതയെ അഭിസംബോധന ചെയ്യുന്നു. കാരണം നമുക്ക് തന്നെ അറിയാം, കാരണം ഒരു സ്വീകരണ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ സ്വീകരണ പരിപാടി എത്തുന്നതിന് മുമ്പേ ഏകദേശം ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രി നമുക്ക് എത്തേണ്ട സ്വീകരണ പരിപാടി ഒരു പരിപാടിക്ക് അവിടെ കഴിഞ്ഞ് മറ്റൊരു പരിപാടിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഈ ഒരു ദിവസം തന്നെ എത്ര സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഈ LDFനെ വിജയത്തിലേക്ക്, മൂന്നാം LDF സർക്കാർ കേരളത്തിൽ എന്തുകൊണ്ട് വരണം എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം നിരത്തി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്കിടയിൽ എത്തുന്നത്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ പുറമേരി എന്ന് പറയുന്ന മണ്ഡലത്തിൽ സംഘടിപ്പിച്ച ആ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലെ ജനപങ്കാളിത്തം നമ്മൾ കണ്ടതാണ്. ജനസാഗരമാണ് അവിടെ ഒഴുകിയെത്തിയത്. ആബാലവൃത്തം ജനങ്ങൾ കോഴിക്കോട് ആ പുറമേരിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെത്തി. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കേരളത്തിൻ്റെ സ്വന്തം ക്യാപ്റ്റൻ പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് എത്തും. ആദ്യം 10 മണിയോടെ കുളം ബസാറിലാണ്, അത് കഴിഞ്ഞ് ശ്രീകുറുമ്പക്കാവ്, ആടൂർ പാലം, പൊതുവാച്ചേരി, ചെറുമാവിലായി, കടമ്പൂർ വയൽ, 5 മണിയോടെ ഉദയകലാസമിതി, കൊയ്യോട് മൊയ്യാരം കഴിഞ്ഞ് 7:30യോടെ മുഴപ്പാലയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് വേദികളിൽ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പിണറായി വിജയൻ എത്തുക. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു പിണറായി വിജയൻ ധർമ്മടത്ത് ചെയ്തിരുന്നത്. എന്തായാലും നേരത്തെ മറ്റ് ജില്ലകളിലുള്ള പ്രചരണത്തിന് പിണറായി വിജയൻ പോയിരുന്ന സമയത്ത് മറ്റ് അണികൾ, സാധാരണക്കാരായ പ്രവർത്തകർ മറ്റ് ഈ വോട്ടർമാരെ കണ്ട് അല്ലെങ്കിൽ പ്രവർത്തകരെ കണ്ടുകൊണ്ട് വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. എന്തായാലും നേരത്തെ സിന്ധൂരി തന്നെ സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ സ്വന്തം ക്യാപ്റ്റൻ, വികസന നായകൻ പിണറായി വിജയൻ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആവേശം പ്രവർത്തകരിലും പാർട്ടി അംഗങ്ങളിലും അത് അലയടിക്കുമെന്നുള്ള ഉറപ്പാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷം ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്കായി സമ്മാനിക്കും എന്നുള്ളത് തന്നെയാണ് ഈ വോട്ടർമാരും പറയുന്നത്. ഇന്നലെ അത് വിവിധ കണ്ണൂർ ജില്ലയിലുള്ള ആറോളം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. ആ പരിപാടി പങ്കെടുത്ത എല്ലായിടത്തും അണികളുടെയും പാർട്ടി പ്രവർത്തകരുടെ, അനുഭാവികളുടെയും വോട്ടർമാരുടെയും വലിയൊരു പങ്കാളിത്തം ഉണ്ടായി. എന്തായാലും തിരക്ക് പിടിച്ച ഷെഡ്യൂളുകളാണ്. ഏകദേശം ഒരു 12ഓളം സ്ഥലങ്ങളിലാണ് ഇന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളുമായി എത്തുന്നത്.